അസ്സലാമലൈക്കും, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നൊരു കുഞ്ഞു വ്ളോഗും അതിൻ്റെ കൂടെ തന്നെ നോമ്പിന് മുമ്പായിട്ട് ഞാൻ ഉണ്ടാക്കി വെക്കുന്ന 1-2 റെസിപ്പീസുമാണ് കാണിക്കുന്നത്. ഇപ്പോൾ നോമ്പിന് വേണ്ടിയിട്ട് കുറേ സാധനങ്ങൾ ഞാൻ ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ട്. എന്നാലും കുറച്ച് സാധനങ്ങളിലൂടെ വാങ്ങിക്കാണ്ട് അതിന് പോവാണ് ഞങ്ങൾ. മോനിവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്താണ് ഞങ്ങൾക്ക് റിലയൻസ് ഉള്ളത്, അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഞാൻ മിക്കപ്പോഴും സാധനങ്ങളൊക്കെ അവിടെ നിന്നാണ് വാങ്ങിക്കാറുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് വ്ളോഗ്, അങ്ങനെ ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും. ഇപ്പോൾ തന്നെ വീഡിയോ എടുത്തത് അത്ര കറക്റ്റായിട്ടൊന്നുമില്ല, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പം ഞങ്ങൾ വണ്ടി ഇറങ്ങിയിട്ട് ഇത് റിലയൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആദ്യം തന്നെ സവാള എടുക്കാം. ഞാൻ കുറേ ദിവസമായിട്ട് നാട്ടിലായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റംസും തീർന്നിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോമ്പിനാണെങ്കിലും ഇതിവിടെ മുഴുവനായിട്ട് ഉണ്ടാവില്ല. 2-3 ആഴ്ച ആകുമ്പോഴേക്കും ഞാൻ നാട്ടിലേക്ക് വീണ്ടും പോവും. അതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങൾ ഞാൻ വാങ്ങിക്കാറില്ല. ആവശ്യം വരുമ്പോൾ ഉള്ളത് ഞാൻ വാങ്ങിക്കാറില്ല. അതുപോലെ തന്നെ സ്നാക്സ് ആണെങ്കിലും ഞാൻ പ്രീ പ്ലാൻ ചെയ്ത് വെക്കാറില്ല. പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അത് ഞാൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഐറ്റം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞയച്ചിട്ട് വാങ്ങിപ്പിക്കാറാണ് ചെയ്യുന്നത്. നമുക്ക് ഈന്തപ്പഴം എടുക്കാം. നല്ല ഈന്തപ്പഴമാണിത്, ഞാൻ സ്ഥിരമായിട്ട് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പല്ലേ, നമുക്കത് എടുക്കാം. 179 ഉള്ളൂ അതിന്. ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. മോൻ്റെ വക ഏതേ ഒരെണ്ണം എടുക്കുന്നുണ്ട്. അവൻ ഏത് വഴിക്ക് പോയാലും അവിടെ നിന്ന് ഓരോന്ന് വലിച്ചിടും. ബില്ല് ചെയ്യുമ്പോൾ മാത്രമേ കാണുള്ളൂ എന്തൊക്കെ എക്സ്ട്രാ ഉള്ളതെന്നുള്ളത്. പിന്നെ ഞാൻ ചീസ് വാങ്ങിക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ചീസ് ആവശ്യം വരും. അതുകൊണ്ട് തന്നെ ഞാൻ മൊസറല്ല ചീസും അതിൻ്റെ കൂടെ തന്നെ സ്ലൈസ്ഡ് ചീസും വാങ്ങിക്കുന്നുണ്ട്. അത് വെച്ചൊക്കെ ഞാൻ സ്നാക്ക് ഉണ്ടാക്കി ഇടുന്നുണ്ട് കേട്ടോ. ഇനി തേങ്ങയാണ് വാങ്ങിക്കുന്നത്. തേങ്ങ ഞാൻ ഒരു 5-6 എണ്ണം വാങ്ങിക്കാറുള്ളത്. എന്നിട്ട് അത് ഞാൻ ഒരുമിച്ച് ചിരണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാറാണ് പതിവ്. അത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തേങ്ങക്കൊക്കെ ഭയങ്കര വിലയാണ്. മോൻ ഭയങ്കര കളിയിലാണ്. കുറച്ച് നേരം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. ഇത്തിരി കഴിയുമ്പോൾ അവൻ ഇറങ്ങി ഓടാൻ വേണ്ടി കരയും. ഇതേ പോണ വഴിക്കൊക്കെ അവൻ ഓരോന്ന് എടുത്തിടുന്നുണ്ട്. കുറച്ച് നാരങ്ങ എടുക്കുന്നുണ്ട്. ഞാൻ സ്ക്വാഷ് ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും ഞാൻ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട്. 2 പാക്കറ്റ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാനിന്ന് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. ഞാൻ നോമ്പിന് മുമ്പ് ഒരു പാക്കറ്റ് ബ്രെഡ് കൊണ്ട് ക്രംസ് ഉണ്ടാക്കി വെക്കാറുണ്ട് എല്ലാ നോമ്പിനും. കാരണം നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ആ സമയത്ത് നമുക്ക് ഓടേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 2 ബ്രെഡ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് അരി വാങ്ങിക്കാനുണ്ട്. പച്ചരി, പഞ്ചസാര, അങ്ങനത്തെ ഐറ്റംസൊക്കെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ ഞാൻ ഇവിടുന്ന് വാങ്ങിക്കുകയാണ്. പിന്നെ ഞാൻ പപ്പടം എടുക്കുന്നുണ്ട്. പപ്പടം ഞാൻ എപ്പോഴും കുഞ്ഞു പപ്പടമാണ് എടുക്കാറുള്ളത്. എപ്പോഴും ഞാൻ മോനിക്ക് കൊടുക്കാറില്ല. ഇടയ്ക്ക് അവൻ വാശി പിടിക്കുമ്പോഴൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. കാരണം അവന് ഭയങ്കര ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ പപ്പടം കഴിക്കാനായിട്ട്. കുട്ടികൾ മിക്കവരും അങ്ങനെ ആയിരിക്കും. ഇനി ഞാനൊരു കോഫി പൗഡർ എടുക്കുന്നുണ്ട്. ഞാൻ ബ്രൂ ആണ് സാധാരണ വാങ്ങിക്കാറുള്ളത്. അത് വലിയ പാക്കറ്റ് അല്ല, ഒരു മീഡിയം പാക്കറ്റാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ എപ്പോൾ എന്ത് വാങ്ങിച്ചാലും ഞാൻ ഒത്തിരി വലിയ പാക്കറ്റോ ചെറിയ പാക്കറ്റോ വാങ്ങിക്കാറില്ല. ഒരു മീഡിയം പാക്കറ്റാണ് വാങ്ങിക്കാറുള്ളത്. ഇനി വാവയ്ക്ക് 1-2 ചോക്ലേറ്റ്സ് എടുക്കണം. അതിന് ഡയറി മിൽക്ക് പോലത്തെ ഒന്നും ഇഷ്ടമല്ല. 5 രൂപയുടെ മഞ്ച്, അതുപോലെ തന്നെ പേർക്കൊക്കെയാണ് ഇഷ്ടം. കുറച്ച് ക്രിസ്പി ആയിട്ടുള്ളത്, നട്ട്സ് ഉള്ളതൊന്നും അവൻ കഴിക്കില്ല. അപ്പോൾ മഞ്ചൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേർക്ക് എടുത്തു. പിന്നെ ഞാൻ മെയിനായിട്ട് വാങ്ങിക്കുന്ന ഒന്നാണ് ബാൻഡേഡ്. ഇതെനിക്ക് മിക്കപ്പോഴും അത്യാവശ്യം വരുന്നതാണ്, കാരണം എനിക്ക് ശ്രദ്ധ ഭയങ്കര കുറവാണ്. അപ്പം ഞാൻ കിച്ചണിൽ എപ്പോൾ കയറിയാൽ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പണി ഉണ്ടാക്കി വെക്കാറുണ്ട്. ഇനി നമുക്ക് ബിസ്ക്കറ്റ് എടുക്കാം.
വാവയ്ക്ക് വേണ്ടിയിട്ട് എടുക്കുന്നതാണ്. ഒത്തിരി ഒന്നും കഴിക്കില്ലെങ്കിലും എപ്പോഴും ബിസ്ക്കറ്റിന് ചോദിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ ചെറിയ പാക്കറ്റ് ബിസ്ക്കറ്റ് 3-4 വാങ്ങിച്ച് വെക്കാറുണ്ട്. കാരണം ചെറിയ പാക്കറ്റാണ് നല്ലത്. ഏത് പാക്കറ്റ് പൊട്ടിച്ചാലും അത് മുഴുവൻ അവൻ എടുത്തുകൊണ്ട് കളയും. അതുകൊണ്ട് ചെറിയ ചെറിയ പാക്കറ്റാണ് ഞാൻ എടുക്കാറുള്ളത്. അവൻ മഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ വഴക്കുണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 3-4 പാക്കറ്റ് കേക്ക് വാങ്ങിക്കുന്നുണ്ട്. എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ കേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ പിന്നെ കരയില്ല. അവന് കേക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പൊതുവേ വീട്ടിലുണ്ടാക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. ഇനി ഓറിയോ ബിസ്ക്കറ്റ് എടുക്കാതെ അവന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ക്രീം മാത്രമേ കഴിക്കുകയുള്ളൂ. മിക്ക കുട്ടികളും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം അവനിവിടെ കേക്ക് എടുത്തിട്ട് പൊളിച്ചു കൊടുക്കാൻ പറഞ്ഞ് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞാൻ ഒരു സ്ക്വാഷ് എടുക്കുന്നുണ്ട്. എനിക്ക് ഗ്രേപ്പിൻ്റെ ഫ്ലേവറാണ് വേണ്ടത്. ഇത് അവിടെ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടില്ല. ഇപ്പോൾ മോനിവിടെ മഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ബാഗിനകത്ത് ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അവൻ ഇരിക്കില്ല, ഭയങ്കര കരച്ചിലാണ്. ഇറക്കി വിട്ട് കഴിഞ്ഞാൽ പിന്നെ കടക്കാർക്ക് ഫുൾ പണിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് തന്നെ ഇരുത്തുന്നത്. അവനെല്ലാം വലിച്ച് പറിച്ച് കളയും. ഇനി ഞാൻ ഒരു ചായപ്പൊടി എടുക്കുന്നുണ്ട്. ഞാൻ മിക്കപ്പോഴും കണ്ണൻദേവനാണ് വാങ്ങിക്കാറുള്ളത്. അതിന് നല്ല കടുപ്പമുണ്ട് അത്യാവശ്യം. ഇനി ചെറിയൊരു ടാങ്കിൻ്റെ പൊടി എടുക്കുന്നുണ്ട്. എന്നും ഒരേ ഫ്ലേവർ തന്നെ കുടിക്കാൻ പറ്റില്ലല്ലോ, നോമ്പല്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഡിഫറെൻ്റായിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടാണ് ടാങ്കും അതുപോലെ തന്നെ ഗ്രേപ്പിൻ്റെ സ്ക്വാഷൊക്കെ എടുക്കുന്നത്. ലെമൺ സ്ക്വാഷ് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വാവയുടെ ഈ വൈപ്പർ തീർന്നിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഒരെണ്ണം വാങ്ങിക്കുന്നുണ്ട്. കാരണം ട്രാവൽ ചെയ്യുന്ന സമയത്ത് അവൻ എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ ഇതില്ലാതെ എനിക്ക് പറ്റില്ല. അപ്പോൾ അത് ഞാൻ എപ്പോഴും ബാഗിൽ കരുതുന്ന ഒന്നാണ്. ഇനിയാണ് എനിക്ക് മെയിനായിട്ടൊരു ഐറ്റം വാങ്ങിക്കാനുള്ളത്. എൻ്റെ ബ്രഷ് ഞാൻ വീട്ടിൽ വെച്ച് മറന്നുപോയി. ഞാൻ എപ്പോഴും എവിടെ പോയാലും ബ്രഷ് എടുത്തുകൊണ്ട് പോവും, പക്ഷെ തിരിച്ചു കൊണ്ടുവരാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഞാൻ പോയിട്ട് അവിടെ വെച്ചിട്ടാണ് വന്നത്. അപ്പം നമുക്കൊരു ബ്രഷ് വാങ്ങിക്കാം. ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ കണ്ടിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് അത് കാണാനായിട്ട്. ഞാൻ അപ്പോൾ തന്നെ അതെടുത്തു. ഗോൾഗേറ്റിൻ്റെ ആണ്. ഇനി ഞാൻ ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. ഞാൻ 2-3 എടുക്കുന്നുള്ളൂ. ഞാനൊരു സ്നാക്ക് ഉണ്ടാക്കി ഇടുന്നുണ്ട് പെട്ടെന്ന് തന്നെ, അതിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ എന്തായാലും ഇട്ടിട്ട് കണ്ടാൽ മതി. സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. പിന്നെ നമുക്ക് തക്കാളി വാങ്ങിക്കാം. തക്കാളിയൊക്കെ പഴുത്തിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ചീത്തയായി പോകും. കുറേ എണ്ണം ചീത്തയായിട്ടുണ്ട്. അപ്പം ഞാൻ അധികം പഴുക്കാത്ത തക്കാളി മാത്രം നോക്കി എടുക്കണുള്ളൂ. ഇവിടെ ക്യാരറ്റൊക്കെ എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങിച്ചുള്ളൂ. എല്ലാം ചീത്തയായിട്ടിരിക്കണം. നല്ലതൊക്കെ ആരൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് പോയി. ഇനി ബില്ല് ചെയ്യാണ്. എല്ലാ സാധനങ്ങളൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. വാങ്ങിക്കാൻ ആകെ ഒരു 5-6 സാധനങ്ങൾ വാങ്ങിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതിപ്പോൾ എണ്ണ ഒത്തിരി കൂടിപ്പോയിട്ടുണ്ട്. നമ്മൾ ലേഡീസ് എപ്പോൾ പോയാലും ഇങ്ങനെ തന്നെ ആയിരിക്കും, എല്ലാവരുടെ അവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്ന് തോന്നുന്നു. കണ്ടതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നതല്ല, എല്ലാം അത്യാവശ്യമുള്ളതാണ്. പക്ഷേ എഴുതിയപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കണ്ടോ ബില്ലിൻ്റെ നീളം കണ്ടോ? അപ്പോൾ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിനി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും ഒന്ന് കമൻറ്റ് പറയാം. കാരണം എനിക്ക് വലിയ പരിചയമില്ല ഇത് ചെയ്തിട്ട്, ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാണ്. അപ്പോൾ ഇനി നമുക്ക് ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ നോമ്പിന് 1 മാസത്തേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് ക്രംസാണ് ഉണ്ടാക്കുന്നത്. ഒരു ബ്രെഡ് മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ പീസായിട്ട് മിക്സിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ചെറിയ പീസാക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും. നല്ല തരിതരിയായിട്ട് പൊടിച്ചെടുക്കുക.
ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെഡ് നമുക്ക് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. എപ്പോഴെപ്പോഴും എടുത്ത് ഉണ്ടാക്കേണ്ടി വരില്ല. അപ്പം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതെല്ലാം ഒന്ന് പൊടിച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വറുത്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി കാലം ഇതിരിക്കും. ഫ്രിഡ്ജിൽ വെച്ചാലും ഇല്ലെങ്കിലും നമുക്കത് ഒത്തിരി നാൾ ഇരിക്കും. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ചെയ്യാനായിട്ട്. തീ കുറച്ച് കൂടിക്കഴിഞ്ഞാൽ പോലും ഇതൊന്ന് പെട്ടെന്ന് കരിഞ്ഞു പോവും. കാരണം ബ്രെഡാണ്. എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിങ്ങനെ ചെയ്യുമ്പോൾ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ അത് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് വരും. ഇതിപ്പോൾ ഡ്രൈ ആയി തുടങ്ങുന്നേ ഉള്ളൂ. ഏകദേശം ഒരു 10-15 മിനിറ്റ് വേണം ഇതിങ്ങനെ ആവാനായിട്ട്. ഇങ്ങനെയുള്ള ബ്രെഡ് ക്രംസ് ഉപയോഗിച്ച് നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ഓയിൽ കുടിക്കില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല റവ പോലെ ആയിട്ട് വരും, നല്ല ഡ്രൈ ആയിട്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ഇതിപ്പോൾ ചൂടാറിയിട്ടുണ്ട്. ഇനി ഇതിനെടുത്തൊരു ബോക്സിനകത്തോ എന്തെങ്കിലും ഒരു ജാറിനകത്തോ ആക്കിയിട്ട് ഫ്രിഡ്ജിലോ അല്ലെങ്കിൽ പുറത്തോ വെച്ചാൽ മതി. ഞാൻ സാധാരണ ഫ്രിഡ്ജിലാണ് വെക്കാറുള്ളത്. ഒരു മാസത്തിന് മുകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഞാൻ തേങ്ങ എങ്ങനെയാണ് ഉണ്ടാക്കി വെക്കുന്നതെന്ന് കാണിക്കാം. ഒരു തേങ്ങയ്ക്ക് ആണെങ്കിൽ ഞാൻ സാധാരണ ചിരകി എടുക്കാറാണ് പതിവ്. പിന്നെ എനിക്ക് ചിരകി എടുക്കാൻ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യുന്നത് 2-3 തേങ്ങയൊക്കെ ഒരുമിച്ച് ഇതുപോലെ കട്ട് ചെയ്തൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഇത് അത്ര എളുപ്പമുള്ള പണിയൊന്നുമല്ല. പിന്നെ എന്നെപ്പോലെ മടിയുള്ളവർക്ക് പറ്റിയ പണിയാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് തേങ്ങ പൊട്ടിച്ചതിന് ശേഷം ഒരു 2 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കുക. അതിന് ശേഷം എടുത്ത് പുറത്ത് വെക്കുക. ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമുക്ക് ഇത് ഈസി ആയിട്ട് ഇളക്കിയെടുക്കാൻ പറ്റും. ഈ ചിരട്ടയിൽ നിന്ന് ഇത് പെട്ടെന്ന് വിട്ടുപോരും. കണ്ടോ, നല്ല ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഹസ്ബൻഡിൻ്റെ ഹെൽപ്പും കൂടെ വാങ്ങിച്ചിട്ടാണ് ചെയ്യാറുള്ളത്. കാരണം ഇത് കട്ട് ചെയ്തെടുക്കാൻ എനിക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡ് എനിക്ക് നല്ലപോലെ ഹെൽപ്പ് ചെയ്ത് തരും. എല്ലാം ഇതിൽ നിന്ന് വിട്ടെടുത്ത് തരും. സാധാരണ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര മടിയാണ് ചിരകിയെടുക്കാനായിട്ട്. അപ്പോൾ കുറേ തേങ്ങ ഞാൻ ഒരുമിച്ച് ഇങ്ങനെ ചെയ്ത് വെക്കാറുണ്ട്. എപ്പോഴൊന്നും ഇല്ല കേട്ടോ. ഈ നോമ്പ് വരുമ്പോഴും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചിരകാറാണ് പതിവ്. അത്ര അങ്ങോട്ട് ഈസിയൊന്നും അല്ല ഇത്. ഇപ്പം എല്ലാം ഞാൻ ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒറ്റയ്ക്കല്ല, ഹസ്ബൻഡാണ് കൂടുതൽ ചെയ്ത് തന്നിട്ടുള്ളത്. ഞാനത് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാൻ പറ്റും. കുറച്ചധികം ടൈം വേണം ഇത് ചെയ്യാനായിട്ട്. ചിരകാനാണെങ്കിൽ ഒത്തിരിയൊന്നും സമയം വേണ്ടല്ലോ. നന്നായിട്ട് ചിരകുന്നവർ അതുപോലെ തന്നെ ഇഷ്ടമുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ചിരകിയെടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിനകത്തിട്ടിട്ട് ഒരു 2-3 വട്ടം ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരവിയ പോലെ തന്നെ കിട്ടും. ഒരുപാട് ചെയ്ത് കഴിഞ്ഞാൽ തേങ്ങ അരഞ്ഞു പോവും. ഇതെന്നിട്ട് ഞാൻ ഇതുപോലൊരു ബോക്സിനകത്താക്കിയിട്ട് ഫ്രീസറിൽ വെക്കുവാണ് ചെയ്യാറുള്ളത്. നമുക്കിത് ഒത്തിരി നാൾ യൂസ് ചെയ്യാൻ പറ്റും. ഫ്രീസറിൽ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഒന്ന് എടുത്ത് പുറത്ത് വെക്കുക. എന്നിട്ട് അതിന് ശേഷം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതെടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഞാൻ നോമ്പിന് മുമ്പായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ലെമൺ സ്ക്വാഷ് ഉണ്ടാക്കുക. അതിൻ്റെ 2ൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് നോക്കാം. പിന്നെ ഞാൻ ഈ സ്നാക്സ് ഒന്നും ഉണ്ടാക്കി ഫ്രീസറിൽ അങ്ങനെ സൂക്ഷിച്ച് വെക്കാറില്ല. ഈ ഗസ്റ്റൊക്കെ വരുമ്പോഴും അതുപോലെ നോമ്പോറൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ സാധാരണ എനിക്ക് അപ്പാപ്പോൾ തോന്നുന്ന സ്നാക്സ് ഞാൻ ഉണ്ടാക്കാറാണ് പതിവ്. അതുകൊണ്ട് തന്നെ ഒത്തിരി സാധനങ്ങൾ ഞാൻ ഒരുമിച്ച് വാങ്ങിക്കാറില്ല. അപ്പോൾ ആവശ്യം വരുമ്പോൾ മാത്രം വാങ്ങിക്കും, എന്നിട്ട് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഐറ്റംസ് ഒന്നും ഇടാഞ്ഞത് നോമ്പിന് മുമ്പായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോമ്പ് തുറയൊക്കെ ഉണ്ടാവുന്ന സമയത്ത് അങ്ങനത്തെ ഐറ്റംസൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നൊക്കെ ഞാൻ പിന്നെ വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നുള്ള റെഡ് ബട്ടൺ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലിൻ്റെ പടവും കൂടെ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുള്ളൂ. പിന്നെ ഒരുപാട് നല്ല ഇഫ്താർ സ്പെഷ്യലൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.